ഹലോ ഗായ്സ്, നമ്മളിന്ന് മൺറോത്തുരത്താണ് നിൽക്കുന്നത്. ഞാൻ ആദ്യം വിചാരിച്ചില്ല ഇവിടെ ഇത്രയും സുന്ദരമായ കാഴ്ചയാണെന്ന്. നമുക്ക് കുറച്ചു നേരം കാണാം. ഇവിടെ എത്ര പേര് ഒന്ന് എൻജോയ് ചെയ്യുന്ന സ്ഥലമാണ്. ആൾക്കാർ വന്ന് മറിയുക. ഇനിയും കാഴ്ചകൾ കാണാനുണ്ട്, നമുക്ക് കാണാം. ഇതൊക്കെ കാണുന്നില്ലേ കാഴ്ച? ഇതൊക്കെ എന്തൊരു സുന്ദരമായ കാഴ്ചയാണ്. കണ്ടോ, ഇതൊരു കൊട്ടയുടെ ഷേപ്പിലാണ് അവർ പണിഞ്ഞേക്കുന്നത്. നല്ല കാഴ്ചയല്ലേ? എന്റെ പേര് ആനന്ദ്. ഈ വെള്ളത്തിൽ പോകുന്നതിന് എത്ര രൂപയ്ക്കാണ് റേറ്റ്? ഒരു മണിക്കൂർ 600. കണ്ടൽക്കാട് വെള്ളത്തിൽ ഇറങ്ങുന്നതും എല്ലാം പോകും. ഇവിടെ അപ്പുറത്ത് ആർച്ച് കണ്ടൽ എന്ന് പറയും. പടിഞ്ഞാറ് വെള്ളത്തിൽ ഇറങ്ങുന്ന സ്ഥലം 1 കിലോമീറ്റർ അകലമാണ്. അവിടെയെല്ലാം പോയി വരും. അങ്ങനെ മുന്നോട്ട് പോകും. മൺറോത്തുരത്തിൽ ഇപ്പോഴത്തെ ഉപജീവനമാർഗമാണ് ടൂറിസം. ഇത് കനാൽ റൂട്ട്, ആർച്ച് കണ്ടൽ, വെള്ളത്തിൽ ഇറങ്ങുന്ന സ്ഥലം ഇങ്ങനെ കേന്ദ്രീകരിച്ച് കൊണ്ടുപോകും. അപ്പം ഏറ്റവും വലിയ സ്വതന്ത്രം എഡ്യൂക്കേഷൻ. അതിന് എന്ത് ചെയ്യണം? പഠിക്കണം. അച്ഛനും അമ്മയും അതിനുള്ള മാർഗം തെളിച്ച് തരുന്നത് അല്ലയോ? നമ്മളെ ഹാർഡ് വർക്ക് ചെയ്യേണ്ടത്. നമ്മുടെ ജോലി എന്തോ പഠിത്തം മാത്രം. വേറെ ഒരു ജോലിക്ക് നമ്മൾ പോകണം. സമയത്ത് ഭക്ഷണം തരും, വസ്ത്രം തരും, എല്ലാം അവരുടെ കടമ. പിന്നെ നല്ല സ്കൂളുകളിൽ കൊണ്ടാക്കുന്ന കടമ അവരുടെ അല്ലയോ? നമ്മൾ നല്ല ഇന്ന് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ വലിയൊരു മത്സരമോ കോമ്പറ്റീഷനാണ്. നല്ല മാർക്കുണ്ടെങ്കിലേ നമ്മൾ ആഗ്രഹിക്കുന്ന കോഴ്സ് പഠിക്കാൻ പറ്റത്തുള്ളൂ അല്ലയോ? അതിനെന്തോ വേണം? പഠിക്കണം. മറ്റുള്ളവർ പറഞ്ഞല്ല പ്രിയ, നമ്മൾ സ്വയം മനസ്സിൽ തോന്നണം പഠിക്കണം അല്ലയോ? നന്നായിട്ട് പഠിക്കണം. ടോപ്പ് മാർക്ക് മേടിക്കണം. എവിടെയെങ്കിലും നമ്മളൊരു അഡ്മിഷന് പോകുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അല്ലെങ്കിൽ നമ്മൾ അച്ഛനും അമ്മയും പൈസ പറക്കണം, മോൻ ആഗ്രഹിക്കുന്ന അഡ്മിഷൻ കിട്ടണമെങ്കിൽ അല്ലയോ? പക്ഷേ മാർക്കുണ്ടെങ്കിൽ ഇവരുടെ ആരുടെയും സ്ഥിരമായിട്ട് നമ്മളെടുത്ത് നടക്കത്തില്ല. നമുക്ക് തന്നേ പറ്റും. അവരെ തോൽപ്പിക്കാൻ ഒരേ ഒരു മാർഗ്ഗമുള്ളൂ, നമ്മുടെ ഹാർഡ് വർക്ക് പഠിത്തം അല്ലേ? അപ്പം നന്നായിട്ട് പഠിക്കണം. ചേട്ടനോടും പറയണം. നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ നല്ല നല്ല ഉപദേശങ്ങളിൽ നമുക്ക് കിട്ടും. അതാണ് ഇവിടെ വന്നാലുള്ള ഗുണം. ഗായ്സ്, ഞാനിവിടെ വന്നപ്പോൾ എൻ്റെ മനസ്സ് നിറഞ്ഞു ഗായ്സ്. ഞാൻ വീട്ടിലോട്ട് പോവുകയാണ്.